വാർത്തകൾ. കാറ്റിലും മഴയിലും കുണിയ ഭാഗത്ത് വ്യാപക കൃഷിനാശം. ഒരു വീട് ഭാഗികമായി തകർന്നു. നീലേശ്വരത്തെ 2 വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത കേസിൽ 4 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ. അന്വേഷണം വ്യാപിപ്പിച്ചു. ഹോസ്ദുർഗ് ആധ്യാത്മിക വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ ഹരികഥാ സപ്താഹം സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മാലിന്യ സംസ്കരണ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാർ വേസ്റ്റ് മാനേജ്മെന്റ് നയം പ്രഖ്യാപിക്കണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PM ശങ്കരൻ. മാണിക്കോത്ത് തെക്കേ മുല്ലശ്ശേരി നമ്പോലച്ചൻ വീട് തറവാട് വയനാട്ടുകുളവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. വാർത്തകൾ വിശദമായി. കാറ്റിലും മഴയിലും കുണിയ ഭാഗത്ത് വ്യാപക കൃഷിനാശം. ഒരു വീട് ഭാഗികമായി തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കുണിയ ഭാഗത്ത് വ്യാപക കൃഷിനാശം. ഒരു വീട് ഭാഗികമായി തകർന്നു. കുണ്ടൂർ മുഹമ്മദിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. പ്ലാവ് വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തി. കാറ്റിലും മഴയിലും കാനത്തിൽ മൊയ്തുവിന്റെ വീട്ടുപറമ്പിലെ 8 തെങ്ങുകളും 196 വാഴകളും നശിച്ചു. കൃഷിനാശത്തിലൂടെ 1.5 ലക്ഷം രൂപയുടെ നഷ്ടം നേരിട്ടതായി വീട്ടുകാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളുടെ 8 തെങ്ങും 200ഓളം വാഴയും ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നശിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വൈദ്യുതി ലൈനിലും വീണിട്ട് വൈദ്യുതി നിലക്കുകയും ചുറ്റുപാട്ട് മുഴുവനും വൈദ്യുതി നിലക്കുകയുണ്ടായി. ചുറ്റുവട്ടത്തെ വീടുകളിൽ നിന്നുള്ള ഒരുപാട് തെങ്ങുകൾ പൊളിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ കുണിയിൽ മൊത്തത്തിൽ ഒരു നാശമാണ് ഇന്നലത്തെ കാറ്റും മഴയിലും ഉണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഉണ്ടായിട്ടുള്ളത്. കെ ഇബ്രാഹിമിന്റെ 60 വാഴ, അബ്ദുള്ളയുടെ 3 തെങ്ങ്, റുഖിയയുടെ പറമ്പിലെ 3 തെങ്ങ്, അബ്ദുള്ളയുടെ പറമ്പിലെ 50 വാഴ, ആയിഷയുടെ 80 വാഴ, ഖൈറുന്നിസയുടെ 50 വാഴ, ജമീലയുടെ 60 വാഴ എന്നിവയും കാറ്റിൽ നിലംപൊത്തി. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസമായി കാഞ്ഞങ്ങാട്ടും ചൊവ്വാഴ്ച പുലർച്ചെ കനത്ത മഴ പെയ്തു. ഇടിമിന്നലിനെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നീലേശ്വരത്തെ 2 വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത കേസിൽ പ്രതികളായ 4 തമിഴ്നാട് സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് പുതുക്കോട്ടയിലെ ശരവണൻ, ഷൺമുഖം, വിജയ്, ചിന്നമണി എന്നിവരെയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ കാസർകോട്ടെ ശോഭ ജ്വല്ലറി ഉടമ, നീലേശ്വരം പള്ളിക്കരയിലെ ടി സുരേഷ്, അയൽവാസിയായ ചന്ദ്രിക എന്നിവരുടെ വീടുകളിൽ നിന്നാണ് തമിഴ് സംഘം സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത്. സുരേഷിന്റെയും ചന്ദ്രികയുടെയും പരാതിയിൽ കേസെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചയ്ക്ക് തുമ്പായത്. ഹോസ്ദുർഗ് ആധ്യാത്മിക വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ ഹോസ്ദുർഗ് ശ്രീ അമ്മനവറു ക്ഷേത്ര സന്നിധിയിൽ ഹരികഥാ സപ്താഹം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മംഗലാപുരം ഹരികഥാ പരിഷത്തിന്റെയും കാസർഗോഡ് കരാവള്ളി സാംസ്കാരിക പ്രതിഷ്ഠാനത്തിന്റെയും സഹകരണത്തോടെയാണ് ഹരികഥാ സപ്താഹം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 25-ന് വൈകിട്ട് 4 മണിക്ക് മോഹനദാസ പരമഹംസ സ്വാമിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കും. തുടർന്ന് ഹരികഥാ സപ്താഹം സുധാകര പേജാവാർ ഉദ്ഘാടനം ചെയ്യും. പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. മെയ് 1-ന് സമാപന സമ്മേളനം നടക്കും. വൈകിട്ട് 4:30-ന് തന്ത്രി ഉളിയ വിഷ്ണു ആംബ്രയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കും. സമാപന സമ്മേളനത്തിൽ വിദ്വാൻ ബി ഗോപാലാചാര്യ വിശിഷ്ടാതിയായിരിക്കും. എൻഡോസൾഫാൻ എന്ന വിഷഭീകരനെതിരെ ദേശീയ തലത്തിൽ തന്നെ സമരവേലിയേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. എൻവിസാജിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എൻഡോസൾഫാനെതിരെ നടന്നുവരുന്ന സമരത്തിന്റെ ഭാഗമായി നടത്തിയ മാധ്യമ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാനെതിരെ സമരങ്ങൾ പ്രാദേശികമായി ഒതുങ്ങിപ്പോകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ M.A. റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർട്ടൂണിസ്റ്റ് K. ഗഫൂർ, പ്രൊഫസർ TC മാധവ പണിക്കർ, അംബികാസുധൻ മാങ്ങാട്, നാരായണൻ പേരിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ഇടവേള. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU,
വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ equipped ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ, മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 7 lines. Mansoor Hospital. Dedication, determination and divinity. കേരളത്തിൽ ഗുരുതരമായി തുടരുന്ന മാലിന്യ സംസ്കരണ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനായി സർക്കാർ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നയം പ്രഖ്യാപിക്കണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PM ശങ്കരൻ ആവശ്യപ്പെട്ടു. ബേക്കേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം പടന്നക്കാട് ബേക്കൽ ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മറ്റ് സംഘടനകളുടെ മാതിരി ആവശ്യങ്ങൾ പറഞ്ഞ് ബഹിഷ്കരണവും മറ്റു പലതും നടപടികളെടുത്ത് സർക്കാരിനെ മുട്ടുകുത്തിച്ച് അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന കാര്യമേ ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ബേക്കറി യൂണിറ്റുകൾ ഉള്ളത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും മാലിന്യ പ്രശ്നങ്ങളുടെയും പേരിൽ ചെറുകിട ബേക്കറികളെ പീഡിപ്പിക്കുന്ന നടപടികൾ അടിയന്തരമായും നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CP പ്രേംരാജ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് C അൻപുരാജ്, സെക്രട്ടറി A രാജീവൻ, KR ബൽരാജ്, സംസ്ഥാന കമ്മിറ്റി മെമ്പർ KR സുജിത് ബാലൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിദ്വാൻ P കേളുനായരുടെ 82ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് ശ്രീ പാടിക്കാൽ ക്ഷേത്ര പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം മജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ അത് ഇന്നത്തെ ഈ സ്വാഗത പ്രഭാഷണത്തിലൂടെ അതും കൂടി മനസ്സിലാവുകയും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സർവകലാ വല്ലഭനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്വാൻ P കേളുനായർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. EP രാജഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. പാക്കനാർ ചരിതം നാടകത്തിലെ ഗാനങ്ങൾ P സുധാകരൻ നായർ ആലപിച്ചു. K കുഞ്ഞികൃഷ്ണൻ നായർ, PP ഗംഗാധരൻ നായർ, PP കുഞ്ഞികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ നായർ സ്വാഗതവും P നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു. ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ 6ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസ് ക്ലബിൽ നടന്ന അനുസ്മരണ സമ്മേളനം മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് A ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ശരിയായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ ഉണ്ടാകും. ജനങ്ങൾ തന്നെയാണ് ആത്യന്തികമായിട്ട് രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അവരെ തടയുന്ന ഒരു ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസ് ക്ലബിൽ ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ ഫോട്ടോ അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. പ്രൊഫസർ TC മാധവ പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ T അബ്ദുള്ള, MA റഹ്മാൻ, നാരായണൻ പേരിയ, റഹ്മാൻ താലങ്ങാടി, പ്രൊഫസർ V ഗോപിനാഥ്, സിബി ജോൺ തൂവൾ, ഇൻഫർമേഷൻ ഓഫീസർ K അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, E രാഘവൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ജവഹർ ബാലവേദി സംസ്ഥാന പഠന ക്യാമ്പ് കിളിക്കൂട്ടം 2011 ഉദുമ എരോൽ പാലസിൽ നടന്നു. ജോസഫ് വാഴയ്ക്കൽ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന 125 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ലോകത്തിൽ തന്നെ പഴക്കം ചെന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് എന്ന ഈ മഹത്തായ ദേശീയ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം നമ്മൾ പുലർത്തുന്നുണ്ട്. ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തച്ചങ്ങാട് ബാലകൃഷ്ണൻ, ഹക്കീം കുന്നിൽ, PK ഫൈസൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. CK അരവിന്ദൻ സ്വാഗതം പറഞ്ഞു. പഠന ക്യാമ്പിൽ 500ഓളം ജവഹർ ബാലവേദി പ്രവർത്തകർ പങ്കെടുത്തു. മാണിക്കോത്ത് തെക്കേ മുല്ലശ്ശേരി നമ്പോലച്ചൻ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ മുതൽ കാർന്നോൻ, കോരച്ചൻ, കണ്ടനാർ കിളൻ, വയനാട്ടുകുലവൻ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടി.
നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് തെയ്യംകെട്ട് മഹോത്സവത്തിൽ പങ്കെടുത്തത്. കാസർഗോഡ് നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നാടിന് ഉത്സവമായി. മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. നൂറുകണക്കിന് ഭക്തർ കലവറ സാധനങ്ങളുമായി അയ്യപ്പ സന്നിധിയിലേക്കുള്ള ഘോഷയാത്രയിൽ അണിനിരന്നു. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും വിവിധ താന്ത്രിക ധാർമ്മിക കലാപരിപാടികളും തിരുമുൽക്കാഴ്ച സമർപ്പണവും ഉണ്ടാകും. 24-ന് രാവിലെ ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠയും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. രാത്രി കരിമരുന്ന് പ്രയോഗത്തോടെ ഉത്സവം സമാപിക്കും. കല്യാൺ റോഡ് ശ്രീ കൊറഗച്ചൻ കോവിൽ കളിയാട്ട മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി കല്യാൺ റോഡ് ശ്രീ മാരിയമ്മ ദേവസ്ഥാനത്തു നിന്നും കാഴ്ചവരവും ഉണ്ടായിരുന്നു. രാത്രി കൊറഗച്ചൻ തെയ്യം കെട്ടിയാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറ്റിലും മഴയിലും പുണിയ ഭാഗത്ത് വ്യാപക കൃഷിനാശം. ഒരു വീട് ഭാഗികമായി തകർന്നു. നീലേശ്വരത്തെ 2 വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത കേസിൽ 4 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ. അന്വേഷണം വ്യാപിപ്പിച്ചു. ഹോസ്ദുർഗ് ആധ്യാത്മിക വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ ഹരികഥാ സപ്താഹം സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മാലിന്യ സംസ്കരണ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാർ വേസ്റ്റ് മാനേജ്മെന്റ് നയം പ്രഖ്യാപിക്കണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PM ശങ്കരൻ. മാണിക്കോത്ത് തെക്കേ മുല്ലശ്ശേരി നമ്പോലച്ചൻ വീട് തറവാട് വയനാട്ടുകുളുവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.